വീടുകളിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ തുടക്കത്തിൽ തന്നെ പരിഹരിച്ചു പോയില്ലെങ്കിൽ ഒടുവിൽ എത്തി നിൽക്കുന്നത് വലിയ ദുരന്തത്തിലായിരിക്കും. കൊല്ലം പാരിപ്പള്ളിയിൽ ഭാര്യാമാതാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു കേസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പാരിപ്പള്ളി സ്വദേശിനി രത്നമ്മയെ ആക്രമിച്ച ശേഷം മരുമകൻ വീടിന് തീയിട്ടു. എന്നാൽ 80-കാരിയായ രത്നമ്മയുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടി തീയണച്ചതിനാൽ വൻ ദുരന്തമൊഴിവായി. പിന്നാലെ മരുമകൻ മണിയൻ കഴുത്തും കൈഞ്ഞരമ്പും മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇരുവരും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കുടുംബ പ്രശ്നമാണ് സംഭവത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. മരുമകൻ തലക്കടിച്ചു പരിക്കേൽപ്പിച്ച 80-കാരി രത്നമ്മയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തുന്നത്. വീടിന് തീപിടിച്ച് പുക ഉയരുന്നതായും കണ്ടതോടെ പരവൂർ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. ഫയർഫോഴ്സ് സംഘമെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയ ശേഷം വാതിലുകൾ ചവിട്ടിപ്പൊളിച്ച് ഉള്ളിൽ കടന്നപ്പോഴാണ് മരുമകൻ മണിയപ്പനെ അബോധാവസ്ഥയിൽ ശുചിമുറിയിൽ കണ്ടത്. ഇയാൾ കഴുത്തും കൈഞ്ഞരമ്പും മുറിച്ച് ആത്മഹത്യക്ക് ശ്രമം നടത്തിയതാണെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: കുടുംബവഴക്കിനെ തുടർന്ന് ഭാര്യാമാതാവിനോട് മണിയപ്പന് വൈരാഗ്യമുണ്ടായിരുന്നു. വീട്ടിൽ മറ്റാരുമില്ലാതിരുന്നപ്പോൾ രത്നമ്മയുമായി വഴക്കിട്ട ഇയാൾ വയോധികയുടെ തലയടിച്ച് പൊട്ടിച്ച ശേഷം വീടിന് പുറത്തിറക്കി കഥ കടച്ചു. തുടർന്ന് പാചകവാതക സിലിണ്ടർ തുറന്നുവിട്ട് വീടിന് തീയിട്ട ശേഷമാണ് മണിയപ്പൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ രത്നമ്മ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മണിയപ്പന്റെ ആരോഗ്യനിലയും ഗുരുതരമാണ്. പാരിപ്പള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കൊട്ടാരക്കര.